കുട്ടിമണിയെ പഠിപ്പിക്കാൻ മാഷെത്തുന്നു. എന്നെ പിടിച്ചരുത്, പിടിച്ചാ കുത്തി തരും ഞാൻ. എനിക്ക് മമ്മനൊക്കെ അറിയാം. ഓ, പെണ്ണിന്ന് മേടിക്കും. പഠിക്കണമെങ്കിൽ പറയുന്ന അനുസരിക്കടി. സീത രക്ഷപ്പെട്ടു എന്ന വിവരം മതികലയെ സഞ്ജയൻ അറിയിക്കുന്നു. സീതയടുത്ത് എങ്ങനെയോ അവരുടെ കയ്യിൽ മിസ്സായി. മതികല പുറത്തു പോയതിൽ രവിക്ക് അമർഷം. എന്റെ കൂടെ ഇല്ലായിരുന്നോ? നീ ആരാ? എന്റെ ഭാര്യയുടെ കെയർ ടേക്കറോ അതോ ലോക്കൽ കാണിയനോ? രവിയേട്ടാ, ഒരുമാതിരി ചീപ്പായിട്ട് സംസാരിക്കരുത്. അല്ലിയുടെ ഓപ്പറേഷന് മനസ്സജനെ ബാലൻ സഹായിക്കാൻ തയ്യാറാകുന്നു. ആ ലോണിന്റെ കാര്യം പാസ്സായി കിടക്കുമെന്ന് രാജൻ സാർ പറഞ്ഞായിരുന്നു. മതികലയുടെ മനസ്സിൽ പ്രതികാര ചിന്ത ആളിക്കത്തുന്നു. പച്ചയ്ക്ക് കത്തിക്കും ഞാൻ അവളെ, ഓർത്തു വെച്ചോ. തുടർന്ന് കാണുക. ആ എന്താ ശരി, നീ വെച്ചോ. രവിയേട്ടനാണെന്ന് തോന്നുന്നു. ശരി മതി. എന്താ രവിയേട്ട ഇങ്ങനെ നോക്കുന്നേ? എന്നെ ആദ്യമായിട്ടാണോ കാണുന്നേ? അല്ല, ഇതെന്റെ മതി തന്നെയാണോ എന്നൊരു സംശയം. അതെന്താ, എനിക്ക് 2 കൊമ്പ് മുളച്ചോ? കൊമ്പ് മുളച്ചില്ല, പക്ഷേ 2 ചിറക് മുളച്ചതുപോലെ. കണ്ടിട്ട് ഒരു പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ്. മതി മതി, രവിയേട്ടന്റെ ഒരു സാഹിത്യം. വന്നേ. അല്ല, ഇതെന്തു പറ്റി ഇന്ന് ഇങ്ങനെ ഒരു മാറ്റം? എനിക്ക് ഒന്ന് മാറണമെന്ന് തോന്നി. എന്താ, കൊള്ളത്തില്ലേ? കൊള്ളാം, സൂപ്പർ. വാ. ഞാനൊരു കാര്യം പറയട്ടെ? പറയേ. പറഞ്ഞാൽ എന്റെ ചെക്കൻ ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അത്രയ്ക്ക് വലിയ കാര്യമാണോ? ആ, അപ്പൊ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് പൊട്ടിപ്പോവും. എന്റെ പൊന്നിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് പൊട്ടിപ്പോവെങ്കിൽ ഞാൻ പറയുന്നില്ല. അത് എനിക്ക് സഹിക്കത്തില്ല. പറയേ പൊന്നെ. പറയട്ടെ? പറയേ. ഞാൻ പറയും. പറയ് പൊന്നെ. ശരി, എനിക്ക് കണ്ണടച്ചു നിന്നേ. ഇന്ന് ഞാൻ ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് ഇത്ര ആവേശമൊന്നും വേണ്ട. ഡോക്ടർ അടുത്ത ആഴ്ച കാണാന്ന് പറഞ്ഞ് സമയം തന്നിട്ടുണ്ട്. ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്ക് ജീവിതത്തിന്റെ കാര്യം ആലോചിക്കാം. എന്താ? മതി പൊന്നെ, സന്തോഷമായി എനിക്ക്. എങ്കിലൊരു കാര്യം ചെയ്യ്, മോൻ പോയി കുളിച്ചിട്ട് വാ. ഇന്ന് ഞാനാണ് അത്താഴം വിളമ്പി തരുന്നത്. എനിക്ക് വയ്യ സന്തോഷം കൊണ്ട്. ആ പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് പിന്നീട് പറയാം. എന്റെ രവിയേട്ടന്റെ ബുദ്ധി മറ്റുള്ളവർക്ക് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമാ. എന്റെ പൊന്ന് പറഞ്ഞാ മതി, എന്ത് വേണമെന്ന്. മലരേ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ കനവിൽ. അല്ല, ഒരു തവണ ലോൺ വല്ലാതെ മുടക്കിയ സ്ഥിതിക്ക് പിന്നെ കുറച്ചു കാലത്തേക്ക് തരാതിരിക്കേണ്ടതാ. ഇതിപ്പോ അത്രയ്ക്ക് അത്യാവശ്യമായിട്ടാ സാറേ. സിജന്റെ പെങ്ങടെ ഒരു ഓപ്പറേഷന് വേണ്ടി. ഓ, പിന്നെ പ്രോപ്പർട്ടി ലോൺ അല്ലേ സാർ? പ്രോപ്പർട്ടി ലോൺ ആണോ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. ലോൺ എടുക്കാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. തിരിച്ചടയ്ക്കുന്ന കാര്യം വന്നാലോ? അയ്യോ, ഇതങ്ങനെ വരത്തില്ല സാർ. ഞാൻ എങ്ങനെയെങ്കിലും കൃത്യമായി തിരിച്ചടച്ചോളാം. സിജൻ അങ്ങനെ ഒറ്റയ്ക്ക് അടയ്ക്കണ്ട, നമ്മളെല്ലാവരോടും ചേർന്ന്. ഈ ഉത്സാഹമൊക്കെ അളിയന്മാർക്ക് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. സാർ, ഞങ്ങൾക്ക് ധൃതിയുണ്ടല്ലേ? അതല്ല സാർ, മനസ്സിന് ഇന്ന് തന്നെ ബാക്കി ക്യാഷ് അറേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് പോകണം. അതാ. അതിനെന്താ, ഇപ്പൊ വിട്ടേക്കാം. ആ സുഷമേ, ആ സുരേഷിനോട് ഇങ്ങ് വരാൻ പറ, പെട്ടെന്ന് വേണം. ആ കേട്ടോ ബാല, ഇത്രയും പെട്ടെന്ന് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബാലൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചില്ലറ പ്രഷറല്ല ചെലുത്തിയത്. അറിയാം സാർ, നന്ദിയുണ്ട്. ആ സുരേഷ്, നമ്മുടെ ബാലന്റെ ഒരു പ്രോപ്പർട്ടി ലോൺ പാസ്സായിട്ടുണ്ടല്ലോ, ഒരു 5 lakhs. അതിന്റെ പേപ്പർ വർക്കൊക്കെ തീർന്നായിരുന്നു? ഓ സാർ, ഇനി സൈൻ ചെയ്താൽ മാത്രം മതി. ആ,
എങ്കിൽ ആ ചെക്കും പേപ്പേഴ്സും ഇങ്ങോട്ടുള്ളൂ. ഒപ്പിട്ട് വാങ്ങിച്ച് കാശ് നൽകി ഇവരെ വിട്ടേക്കാം. ഓക്കെ സാർ. കേട്ടോ ബാല, പുതിയ DGM വളരെ സ്ട്രിക്റ്റാ. നിയമത്തിൽ നിന്ന് കടുകിട മാറത്തില്ല. അയാളുടെ കാല് പിടിച്ചാ 7 ദിവസമെന്ന കാലാവധി ഞാൻ കുറപ്പിച്ചത്. ഇതാ സാർ. ആ എന്നാ പിന്നെ ബാലൻ ഒപ്പിട്ട് തുടങ്ങിക്കും. 10-70 ഒപ്പുണ്ടേ. ആ സുരേഷ്. ഹലോ സാർ, കൊടുക്ക സാർ. സാർ DGM ആണ്. ഹലോ ഹലോ സാർ. അങ്ങനൊരു പരാതിയോ? ഇല്ല സാർ, സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല സാർ. ബാല സൈൻ ചെയ്യാൻ വരട്ടെ. ഇല്ല സാർ, ഫണ്ട് റിലീസ് ചെയ്തില്ല. ഫ്രീസ് ചെയ്തേക്കാം സാർ. ഇല്ല, ക്യാൻസൽ തന്നെ ചെയ്തേക്കാം സാർ. ശരി സാർ, ഓക്കെ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ബാല. ഇത് വളരെ മോശമായിപ്പോയി. സാർ എന്താ സാർ കാര്യം? ബാലന് അറിയില്ല എന്താ കാര്യമെന്നല്ലേ? രവി അറിഞ്ഞിട്ടാണോ ഈ ലോൺ അപേക്ഷയും വീടിന്റെ ആധാരവും ഇവിടെ തന്നത്? സാർ രവിക്ക് അതിന് എതിർപ്പൊന്നുമില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? എതിർപ്പുള്ളതുകൊണ്ടാണല്ലോ രവി പോയി DGMന് പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി കൊടുത്തു? എന്ത് പരാതി? ബാലന് ആധാരം മോഷ്ടിച്ച് പണയപ്പെടുത്തിയെന്ന്, ലോൺ പാസ്സാക്കരുതെന്ന്. സാർ പക്ഷേ എനിക്കൊരു പക്ഷേയും കേൾക്കേണ്ട ബാല. ലോൺ ക്യാൻസൽ ചെയ്യാനാ DGMന്റെ ഓർഡർ. സാർ 7 ലക്ഷം രൂപയാ രവിക്ക് മാത്രം ഈ ബ്രാഞ്ചിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അങ്ങനെ ഒരാളെ ബാങ്ക് പിണക്കത്തില്ല. സോ റിയലി സോറി ബാല. ഈ ചെക്ക് ഞാൻ ക്യാൻസൽ ചെയ്യാം. അയ്യോ സാർ പ്ലീസ്. നോ സാർ. ബാലൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ആ ക്യാൻസൽ ചെയ്തു സാർ, ചെയ്തു. ഓക്കെ സാർ. നമുക്ക് പോവാൻ ബാലേട്ടാ. രവി, എടാ രവി. എന്താടാ, എന്ത് പറ്റി? രവി നിന്നോട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ചന്ദ്രേട്ട എന്താ കാര്യം? കാര്യം ഞാൻ അവനോട് പറഞ്ഞോളാം. എടാ മക്കളെ, നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേടാ. വഴക്കുണ്ടാക്കിയാലും ഇല്ലെങ്കിലും പറയാനുള്ളത് അവനോട് പറഞ്ഞിട്ടേ ഉള്ളൂ. എടാ രവി. ബാലേട്ടൻ എന്തിനാ ഇവിടെ കിടന്ന് തൊണ്ട വലിച്ചു കയറുന്നേ? എന്താ കാര്യം? കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നിന്റെ കരണത്തൊന്ന് തരുവാ വേണ്ടത്. അത് കള ബാലേട്ടാ. ബാലേട്ടനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി. എന്താടാ നിനക്കിട്ട് ഒരെണ്ണം തരാൻ എനിക്ക് പറ്റത്തില്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ കാര്യം പറയും. ചന്ദ്രേട്ട വഴക്കും വെക്കണമൊന്നും വേണ്ട, കാര്യം പറയാ. നീ DGMനെ പോയി കണ്ടിരുന്നോ? DGMോ? ഏത് DGM? നീ ഒരുപാട് അങ്ങ് പൊട്ടം കളിക്കല്ലേ. കോഓപ്പറേറ്റീവ് ബാങ്കിലെ DGMനെ നീ അടുത്ത ദിവസം ഞാൻ കണ്ടായിരുന്നു എന്ന്. കണ്ടായിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഈ വീടിന്റെ പേരിൽ എങ്ങാണ്ടൂന്ന് വന്ന ഒരുത്തിന് ലോൺ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. മഹാഭാവി, നീ അങ്ങനെ പറഞ്ഞോ? ഇതിലെന്താ എത്ര മഹാപാപം ഉള്ളത്? ഇവിടെ എന്തെങ്കിലും നടന്നാ അത് രവിയേട്ടൻ അറിയണ്ടേ? ഞാൻ അറിയണ്ടേ? ബാലേട്ടനും കുറെ പുത്തൻ ഭരണക്കാരും മാത്രം അറിഞ്ഞാ മതിയോ? എടാ രവി, സിജൻ നമുക്ക് വെറുതെക്കാരനാണോടാ? നമ്മുടെ കുട്ടിമണിക്ക് ഒരു ജീവിതം കൊടുത്ത ആളാ സിജൻ. ജീവിതം കൊടുത്തെങ്കിൽ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. മഹാപാപം പറയല്ലടാ. അച്ചി വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കല്യാണം കഴിക്കുന്ന പലരും ഉണ്ട്. സിജൻ ആ ഗണത്തിൽ വരത്തില്ല. നിങ്ങൾ ഉദ്ദേശിച്ചതേ എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ അച്ചി വീട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ തരാൻ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടാ. നിങ്ങളുടെ അച്ചി വീട്ടിൽ എന്നാ വഴക്കം ഉണ്ടായിട്ടാ? രവി, അങ്ങനെ അങ്ങ് സംസാരിക്കൊന്നും വേണ്ട. ചന്ദ്രേട്ടനെ ഒന്നും ഇല്ലാത്തടത്തൊന്നല്ല ഇപ്പൊ കെട്ടിയിരിക്കുന്നത്. പിന്നെ എന്റെ ഭർത്താവ് മാന്യനായതുകൊണ്ട് ഒന്നും എരന്ന് വാങ്ങിക്കാൻ നിൽക്കത്തില്ല. എരന്ന് വാങ്ങാൻ നിൽക്കാത്തൊരു മാന്യൻ. കൊലപാതകി. ആരുടെ കള്ളൻ? ആരുടെ കൊലപാതകി? എന്റെ രവിയേട്ടന്റെ മേലെങ്ങനെ നൊന്താലുണ്ടല്ലോ. മേല് നോവാതിരിക്കണമെങ്കിൽ വായിൽ കിടക്കുന്ന നാവ് നന്നായിരിക്കണം. ചന്ദ്രേട്ട പോ, ചന്ദ്രേട്ട പോവാൻ. നീ പോ ബാല, നീ നിന്റെ പാട് നോക്കി പോ. എടാ കണ്ണിച്ചോരയില്ലാത്തവനെ, മരണക്കിടക്കെ കിടക്കുന്ന ഒന്നും അറിയാത്തൊരു പാവം പെങ്കൊച്ചിനാ നീ ചതിച്ചത്. ഇതിന്റെ ഫലം നീ അനുഭവിക്കും. നീ കരയും. ഇതിന്റെ പേരിൽ അല്ലിയുടെ ഓപ്പറേഷൻ നടക്കാതെ പോകുന്നു നീ കരുതണ്ട. ഓ നടത്ത്.
നടത്തുവടാ. ചന്ദ്രേട്ടാ, അപ്പുച്ചമ്മ മനുഷ്യൻ കരഞ്ഞോണ്ട് അപ്പുച്ചമ്മ പോയേ. എങ്ങനെ കരയാതിരിക്കും? ചെകുത്താന്റെ മനസ്സുള്ളവരല്ലേ കൂടുതലും. ഇവിടെ ഇപ്പൊ രവിയേട്ടൻ എന്ത് ചെകുത്താന്റെ മനസ്സ് കാണിച്ചു എന്നാ? വീട് പണയപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് രവിയേട്ടന് വേണ്ടി മാത്രം പറഞ്ഞൊന്നുമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയാ. പണ്ടത്തെ പോലെ ജപ്തി നോട്ടീസ് വന്നാ എന്ത് ചെയ്യും? അന്നും എന്റെ വീട്ടിൽ തന്നെ പോയി ഇറക്കണ്ടേ? അല്ലാതെ ഇപ്പൊ പ്രസംഗിച്ചിട്ട് പോയ ആ മഹാൻ എന്തെങ്കിലും ചെയ്യൂ? കലമോളെ, ചന്ദ്രേട്ടന്റെ കടം ചന്ദ്രേട്ടൻ വീട്ടിയില്ലേ? പിന്നെന്താ? അത് നിങ്ങളെ കെട്ടിയതുകൊണ്ട്. അടുത്ത കടം വീട്ടാൻ അങ്ങേര് വീണ്ടും കിട്ടും. എന്നാലും നീ ഇത്ര ഭയങ്കരനായി പോയല്ലോടാ രവി. ഒരു പെങ്കൊച്ചിന്റെ ഓപ്പറേഷന് വേണ്ടിയല്ലേ? ഓപ്പറേഷൻ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ജീവിക്കോ ജീവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എനിക്കതൊന്നും അറിയണ്ട. ഈ വീട് വെച്ച് ഒരു പണിയും ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, നീ ഇത്ര ബലം പിടിച്ച് പറയാൻ കാര്യം എന്താ? കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കാശിന് ഗതിയില്ലാത്ത തന്ത ഉണ്ടാക്കി വെച്ചിട്ട് പോയതേ ഒരു കുട്ട നിറയെ കടവാ. അത് വീട്ടാൻ എന്റെ ഭാര്യ വീട്ടുകാർ വേണ്ടി വന്നു. ആ ഗതികെട്ട തന്തയുടെ മകൻ എന്ന നിലയിൽ തല കുനിച്ചാ ഞാൻ നിന്നത്. എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞേക്കട്ടോ. നീ പോടി. അയാള് കൊള്ളാവുന്ന ഒരു തന്തയായിരുന്നെങ്കിൽ ഞാനൊരു രാജാവിനെ പോലെ ജീവിച്ചേനെ. ഇത് ചുമ്മാ മരിച്ച് മണ്ണടിഞ്ഞ് തലയ്ക്ക് മുകളിൽ നിൽക്കുക. എന്നാലും പറയുക, അയാള് ഗുണം പിടിക്കത്തില്ല, അതുറപ്പാ. പറഞ്ഞു നീ അത്രയ്ക്കായോടാ അഹങ്കാരി. നിങ്ങൾ എന്നെ തല്ലാറായോ? എന്റെ ഭർത്താവിനെ തല്ലാൻ നിങ്ങൾ ആരാ? രവിയേട്ടാ, ഇതങ്ങനെ വെറുതെ വിടരുത്. അന്ന് ഇവരെ എന്നെ തല്ലി, ഇപ്പൊ രവിയേട്ടനെ നമ്മളാരാ? പഞ്ചായത്ത് ചേട്ടയോ? ചോദിക്കും രവിയേട്ട അങ്ങോട്ട്. കലമോളെ, വെറുതെ ഇരുതിയിൽ എന്നെ ഒഴിക്കരുതേ. നിങ്ങൾ നിങ്ങളെ പണി നോക്ക്. തള്ളേ, നിങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എന്തിനാ തല്ലിയതെന്ന്? എന്താടാ, എനിക്ക് നിന്നെ ഒന്ന് തല്ലാനുള്ള അവകാശമില്ലേ? ഏത് വകുപ്പിലെ അവകാശം? നിന്നെ എടുത്തോണ്ട് നടന്നിട്ടുള്ളതല്ലേടാ ഞാൻ. അത് ഞാനെന്ത് വേണം? നിങ്ങൾ എടുത്തോണ്ട് നടക്കണോ? എന്നെ തല്ലിയത് എന്തിനാണെന്ന് പറ. നിന്റെ അച്ഛനെ പറ്റി നീ ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറഞ്ഞാ നിങ്ങൾ തല്ലുവോ? ചിലപ്പോ തല്ലിന്ന് വരും. എന്നാ അതൊന്ന് കാണണമല്ലോ. നിങ്ങളുടെ ആങ്ങള, അതായത് എന്റെ തന്ത, ഗുണമില്ലാത്ത ആ മനുഷ്യനാ ഈ കുടുംബത്തെ കുഴിയിൽ വെച്ചത്. ഇടാനോ? നിങ്ങൾ നടുറോഡിൽ നിന്ന് പ്രസംഗിച്ചാ മതി. നിങ്ങൾ ഈ കാര്യത്തിൽ ആവണ്ട. വാതല്ലേ? എന്നെ വീണടാ. ഇവിടെ നിന്ന് മതി നിങ്ങളുടെ പ്രസംഗം, കേട്ടോ തള്ളേ? രവി, എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ. പല തവണ ഞാൻ വേണ്ടാന്ന് വെച്ചതാ, പക്ഷെ സമ്മതിക്കത്തില്ല നിങ്ങള്. വേണ്ടാന്ന് വെക്കുന്നതിനനുസരിച്ച് തള്ള വന്ന് തലേ കയറുന്നു. കണക്കായിപ്പോയി, അവർക്കത് ആവശ്യം. രവി, മഹാപാപോ രവി നീ ചെയ്തത്. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പലതും നടക്കും. നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്കും. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക് രവിയേട്ടാ. എന്റെ അച്യുതാ, നീ ഇത് കണ്ടില്ലേടാ?
എന്നെ ഇറക്കി വിട്ടത് നീ കണ്ടില്ലടാ. നീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കായിരുന്നോടാ. ഡേയ്, എന്റെ അച്യുതാ. അപ്പച്ചമ്മ അപ്പച്ചമ്മ വാ വന്നേ വന്നേ വാ വീട്ടിൽ ഇല്ല വാ. കൊച്ചെ, ഞാൻ വരത്തില്ല. ആ ഇല്ല പറ്റത്തില്ല അപ്പച്ചമ്മ വന്നേ പറ്റൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ല അന്ന് പറഞ്ഞ പറ്റത്തില്ല എന്റെ കൂടെ വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിലേ നോക്കിയോ ഞാൻ എങ്ങനെയല്ലേ ഇറങ്ങി പോവാം. ആ നോക്കിക്കോ നോക്കിക്കോ. ആ വാ 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 പോവാ. വന്നേ വന്നേ വന്നേ. ഇല്ല വന്നേ സങ്കടപ്പെടണ്ട. വാ 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 എന്റെ കൂടെ വാ. ആന്നേ ദാ, വീട് എഴുന്നള്ളിച്ചോണ്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. വാ വാ പേടിച്ചത് പേടിച്ചത് ഞാനല്ലേ. വാ വാ വാന്നേ വീട്ടില് വാ. ഇവരെവിടെ കൊണ്ടുപോടി നീ? ആ അപ്പച്ചമ്മ എന്റെ വീട്ടിലോട്ട്. എന്ത് കുപ്പച്ചമ്മ? ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവരെ വിളിച്ചോണ്ട് വന്നത്? എന്റെ അപ്പച്ചമ്മയെ വിളിക്കാൻ എനിക്ക് ആരോട് ചോദിക്കണ്ട. തറുതല പറയുന്നോടി നീ. എന്നെ തൊടരുതാ. വേണ്ട രവിയേട്ടാ. നിങ്ങൾ ഈ വീട്ടിലോട്ട് കയറുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലെങ്കിലും ഉറപ്പിച്ചിട്ട് കയറിയാ മതി. രവി, അപ്പച്ചമ്മ ഇപ്പൊ വീട്ടിലോട്ട് കയറട്ടെ. ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയോ? കുടുംബക്കാരും കോടതിയിൽ വന്നാൽ അന്നേരം വക്കീൽ ഇടപെട്ടാ മതി. ദേ തള്ളേ, ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. ഇവിടെ വലിയ ഭരണമൊന്നും നടത്താൻ നിൽക്കാതെ അടങ്ങി ഒതുങ്ങി കിട്ടുന്ന കഞ്ഞിയും വെള്ളം കുടിച്ചിരുന്ന ചാവും വരെ നിങ്ങൾക്ക് ഇവിടെ കഴിയാം. ഇത് നിങ്ങളുടെ കെട്ടിയോട് ചെന്ന് പറഞ്ഞേക്കും. അതല്ല വലിയ ആളുകളിയും ഭരണമൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിനെയും വലിച്ചെടുത്തുകൊണ്ട് റോഡിൽ തള്ളും ഞാൻ പറഞ്ഞേക്കാം. നീ ആരാടാ എന്റെ അപ്പച്ചമ്മയോട് വരക്കടാ? എടാന്നോ? എന്താണ് പറഞ്ഞ? ഞാൻ പറഞ്ഞതിനെ തൊട്ട കുത്തി ഞാൻ കുത്തിയെടുക്കും. നിന്റെ മർമ്മവിദ്യ. രവി പ്ലീസ് വിട്. കൈ ഓടിക്കണേ വിടാൻ. അങ്ങോട്ട് പിടിച്ചു വിടാനല്ലേ പറഞ്ഞത്. ഇനി കുഞ്ഞേട്ടനോട് കുഞ്ഞു കളിക്കാൻ വരുമ്പോ ഇത് ഓർക്കണം. നന്നായി രവിയേട്ടാ നന്നായി. മോളുടെ ചുണ്ടര് കണ്ടേ മോളുടെയും ചുണ്ടര് പോത്തെ കുഞ്ഞേട്ടൻ തല്ലി അച്ഛ. എന്തിനാ തല്ലിയെന്നറിയാവോ? അച്ഛ കണ്ടായിരുന്നോ? കുഞ്ഞേട്ടനെ നമ്മുടെ അപ്പച്ചമ്മയെ അപ്പച്ചമ്മ അങ്ങ് റോഡിൽ ഇറക്കി കൊണ്ടുവിട്ടു. ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. എനിക്കത് കണ്ടപ്പോ ഭയങ്കര സങ്കടം വന്നച്ച. ഞാൻ കുഞ്ഞേട്ടനോട് ചോദിച്ചു എന്തിനാ അപ്പച്ചമ്മ ഇറക്കി വിട്ടെന്ന്. എന്നിട്ടുണ്ടല്ലോ അച്ഛ ഞാൻ പോയിട്ട് അപ്പച്ചമ്മ എങ്ങ് വിളിച്ചോണ്ട് വന്നു. അന്നേരം കുഞ്ഞേട്ടനുണ്ടല്ലോ കുഞ്ഞേട്ടനുണ്ടല്ലോ നീ അയാളെ വിളിച്ചോണ്ട് വരാന്ന് ചോദിച്ചു എന്നോട് വഴക്കിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചോണ്ട് വരുവാടാ ഈ എന്റെ അപ്പച്ചമ്മയാണെന്ന്. അന്നേരം എന്നെ ഞാൻ ഇവിടെ തള്ളി അച്ഛ. തള്ളി അച്ഛ എന്നെ തള്ളി. കൂട്ടുമണിയുടെ മുഖമൊക്കെ ഉണ്ടല്ലോ അങ്ങ് നൊന്തു പോയി അച്ഛ. കേട്ടോ അച്ഛ കേട്ടോ? പിന്നുണ്ടല്ലോ അച്ഛ കുഞ്ഞേട്ടനുണ്ടല്ലോ കുഞ്ഞേട്ടനിപ്പോ പണ്ടത്തെ പോലെ ഒന്നും അല്ല അച്ഛ. ഇപ്പഴേ എന്നെ കാണുന്നത് തന്നെ ദേഷ്യവാ. മോളെന്നൊന്നും ഇപ്പൊ എന്നെ വിളിച്ചിട്ടേ ഇല്ല. എപ്പോഴോ എടി വാടി പോടിനൊക്കെ എന്നെ വിളിച്ചോളൂ. അച്ഛ വന്നൊന്നും ചോദിച്ചേ കാപ്പികം പൊടിച്ചിട്ട് നല്ല തയ്യ കൊടുക്കണം കുഞ്ഞേട്ടന്. എന്നാലേ കുട്ടിമണിയുടെ വേദന പോത്തുള്ളൂ. ഒരു
തന്നെ അല്ലല്ല ഒരു 4 അടി കൊടുക്കണം. വേണിക്കണച്ചേ എന്നാച്ചേ അജേ ജാനയ്യപ്പ. നന്നായി പോയി രവിയേട്ടാ, നന്നായി പോയി. രവിയേട്ടൻ ഇന്നേ ഇത്തരം പെർഫോമൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ രവിയേട്ടൻ എന്റെ മനസ്സിലൊരു സൂപ്പർ താരമായിരിക്കാണ്. ആണോ പൊന്നെ? പിന്നെ അല്ലാതെ എന്തൊരു പൗരുഷമായിരുന്നു ആ മുഖത്ത്. എല്ലാവരും വിറച്ചു പോയില്ലേ? അപ്പച്ചിയമ്മയെ പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതിന് കിട്ടും 1000 ക്ലാപ്സ്. എന്ത് ക്ലാപ്സ്? കയ്യടി. കുട്ടിമണിക്കിട്ട് കൊടുത്തതും നന്നായി. പെണ്ണിനത്ര അഹങ്കാരം പാടില്ലല്ലോ. എന്റെ രവിയേട്ടനെ ചോദ്യം ചെയ്യാൻ അവൾ ആരാ? അതല്ലേ ഞാൻ അവക്കോട്ട് കൊടുത്തത്. നന്നായി രവിയേട്ട, നന്നായി. എന്റെ ഭർത്താവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന നിമിഷം ഇതാ. അഹങ്കാരികളുടെ കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കരുത് രവിയേട്ട, അപ്പ തന്നെ കൊടുക്കണം. മതി, മനസ്സിൽ വന്നപ്പോ പെണ്ണ് ഏതാണ്ടൊക്കെ ചെന്ന് പൊറുപുറുക്കുന്നത് കേട്ടു. അവള് പിറവിറക്കട്ടെ. അതിന് എന്റെ ചെക്കനെന്താ? വയലോരം വീട്ടിലെ രാജാവ് ഇപ്പൊ എന്റെ രവിയേട്ടൻ തന്നെ. എന്റെ മതി കൂടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ചെക്കന് പേടി എന്തിനാ? എതിർക്കാൻ വരുന്നവരെ തകർത്ത് തരിപ്പണമാക്കിയേക്കണം. അതല്ല മതി, ഈ വീട്ടിലിപ്പോ ഞാൻ ഒറ്റയ്ക്ക, ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കെട്ടും. എന്റെ രവിയേട്ടന് എന്തിനാ മറ്റുള്ളവരുടെ സപ്പോർട്ട്? രവിയേട്ടന് ഞാനില്ലേ കൂട്ട്? മതി, എനിക്ക് എന്റെ മോള് മാത്രം മതി. അടുത്ത തവണ ആ കാവടിക്കളവനെ കൂടെ രവിയേട്ടൻ ഇറക്കി വിടണം. അയ്യോ, അയാൾക്ക് മർമ്മവതി അറിയാം. അതിനെന്താ? അയാളെ നേരിടാൻ എന്റെ ചെക്കൻ പോയി കളരിയോ കരാട്ടയോ കുംഫോ ഒക്കെ പഠിക്കണം. പഠിക്കണോ? പഠിക്കണം. എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് അതൊക്കെയാ. കുറഞ്ഞത് ഒരേ സമയം 20 പേരെങ്കിലും തല്ലി താടിയിടണം. അയ്യോ, എന്താ കേട്ടപ്പോ തന്നെ പേടിച്ചോ? പേടിയല്ല. ഓ, 20 പേർക്ക് നോവൂന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ? രവിയേട്ടാ, ഇത് സിജ. രവിയേട്ടാ, ഞാനിപ്പോ വന്നപ്പോഴാ കുട്ടിമണിയുടെ കവള് ശ്രദ്ധിച്ചത്. കുട്ടിമണിയുടെ കവളത്ത് എന്തു പറ്റി? മുഖക്കുരു വന്നോ? കുട്ടിമണിയുടെ കവളത്ത് അടിയേറ്റ പാട്, അത് രവിയേട്ടന്റെ വിരൽപ്പാടുകളാ. ആ, ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഓഹോ, സിജൻ എന്താ എന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുവാണോ? എന്റെ ഭാര്യയെ തല്ലിയ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എന്റെ പെങ്ങളെയാ തല്ലിയത്. അത് പണ്ട്. ഇപ്പൊ കുട്ടിമണിക്കൊരു ഭർത്താവുണ്ട്, ഈ ഞാൻ മനസ്സിജൻ. ഇനി കുട്ടിമണിയെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് രവിയേട്ടൻ എന്നോട് പറഞ്ഞാൽ മതി. ശിക്ഷിക്കണമെങ്കിൽ ഞാൻ ശിക്ഷിച്ചോളാം, കേട്ടല്ലോ? ഡാ, എന്താ മതി? ഇന്നലെ നീ വലിയ ഷോ ആയിരുന്നല്ലോ. എന്ത് ഷോ? ഓ, നീ അല്ലെങ്കിലും പൊട്ടം കളിക്കാൻ വലിയ മിടുക്കനാണല്ലോ. മതി, എന്തെങ്കിലും കാര്യങ്ങൾ തെളിച്ച് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് പിടികിട്ടുകയല്ല. തെളിച്ച് തന്നെ പറയാടാ. നീ ഇന്നലെ രവിയേട്ടനോട് എന്താ പറഞ്ഞത്? നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, നീ ശിക്ഷിച്ചോളാന്ന്. എന്ന് വെച്ചാ വേറെ ആരും അവളെ ശിക്ഷിക്കുന്നത് നിനക്കിഷ്ടമല്ലാന്ന്. മതി, മതിക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ അങ്ങനെ. ഓഹോ, അത്രയ്ക്ക് ധൈര്യമായോ നിനക്ക്? പൊട്ടിയോട് അത്രയ്ക്ക് ഇഷ്ടമായോ നിനക്ക്? മതി, നമുക്ക് പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. 1, കാരണങ്ങളുള്ള പ്രശ്നങ്ങൾ. 2, കാരണങ്ങൾ തേടിയുള്ള പ്രശ്നങ്ങൾ. മതി ഇപ്പൊ രണ്ടാമത്തെ ഗണത്തില. മതി പ്രശ്നങ്ങൾ വെറുതെ സൃഷ്ടിക്കുകയാണ്. ഓ, എന്ന് വെച്ചാ എനിക്ക് ഭ്രാന്തല്ലേ? നിന്റെ കെട്ടിയോള് പൊട്ടിയാണെന്ന് കരുതി നീ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. മതി, ഞാൻ ഇപ്പോഴും മതിയുടെ പക്ഷത്ത് തന്നെയാണ്. പക്ഷെ എവിടെയൊക്കെയോ മതിക്ക് തെറ്റുപറ്റുന്നു.
മതി എന്നെ സംശയത്തോടെ കാണുന്നു, ഒരു ശത്രുവിനെ പോലെ കാണുന്നു. നിന്നെ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ, സംശയത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടാവും മനസ്സിൽ. ഒരു കാരണവും ഇല്ല മതി. ഒന്നുകിൽ മതിയുടെ മനസ്സിലെ ഭീതി, അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ. ഇത് രണ്ടും കൊണ്ടാണ് മതിയുടെ നോട്ടത്തിൽ എല്ലാവരും ശത്രുക്കളാവുന്നത്. ഞാൻ രവിയേട്ടനോട് സംസാരിച്ചതല്ലേ മതിയുടെ പ്രശ്നം. മതി തന്നെ ചിന്തിച്ചു നോക്ക്, രവിയേട്ടൻ ചെയ്തത് ശരിയാണോ അല്ലയോ? എത്ര പ്രായമുള്ള ആളാണ് അപ്പച്ചയമ്മ. 10-70 വയസ്സെങ്കിലും ഇല്ലേ അവർക്ക്? അവരെ കൊണ്ട് റോഡിൽ തള്ളുവാന്ന് വെച്ചാൽ നാട്ടുകാരറിഞ്ഞ ആരെ പഴിക്കും? രവിയേട്ടനെ പഴിക്കില്ല, അതുറപ്പാ. പിന്നെ മതിയെ പഴിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ മതി കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണമായിരുന്നു. രവിയേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു എടുത്തുചാട്ടം ഉണ്ടായാൽ തന്നെ മതി അതിനെ തടയണമായിരുന്നു. തടയാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? സൗകര്യം ഉണ്ടാവണം മതി. കാരണം രവിയേട്ടനെ മതി തടഞ്ഞിരുന്നുവെങ്കിൽ മതിയുടെ സ്ഥാനം ഇപ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് മുകളിലായനെ. മതിയുടെ മനസ്സിന്റെ നന്മയുടെ പേര് പറഞ്ഞ് രവിയേട്ടൻ രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട. അങ്ങനല്ല മതി. രാജ്യം ഭരിക്കുന്ന വലിയ വലിയ ഭരണാധികാരികൾക്ക് പോലും തീരെ ചെറിയ പ്രജകളുടെ പിന്തുണ ആവശ്യമായിട്ട് വരുന്നില്ലേ? അതുപോലെ കുടുംബത്തിലും നമുക്ക് മറ്റുള്ളവരുടെ പിന്തുണ അത്യാവശ്യമാണ്. അതെന്തെങ്കിലും ആവട്ടെ. എനിക്കിപ്പോ നിന്നോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാ. എന്താ? കുട്ടിമണിയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? കുട്ടിമണിയെ കെട്ടാൻ മതി പറഞ്ഞു, ഞാൻ കെട്ടി. ജീവിക്കാൻ മതി പറഞ്ഞു, ഞാൻ ജീവിക്കുന്നു. എങ്കിൽ ഞാൻ പറയുന്നു അവളെ ഉപേക്ഷിക്കാൻ. എന്താ? അത് എന്താടാ നിനക്കനുസരിക്കാൻ വയ്യേ? ഒരാളെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട മതി. പക്ഷേ നമുക്കൊരാളെ ഉപേക്ഷിക്കണമെങ്കിൽ അതിന് കൃത്യമായ കാരണം വേണം. സോറി മതി, കുട്ടിമണിയെ ഉപേക്ഷിക്കാൻ തക്കതായ ഒരു കാരണവും ഇപ്പൊ എന്റെ മുന്നിലില്ല. ഓ, അപ്പോ കാരണം ഉണ്ടായാലേ നീ കുട്ടിമണിയെ ഉപേക്ഷിക്കൂ? ഒരു കാരണം ഉണ്ടാവട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. എന്നോട് ഇത്രയൊക്കെ പറയാൻ മാത്രം നീ വളർന്നുപോയി അല്ലേ? ഞാൻ വളർന്നതല്ലോ, മതി എന്നെ വളർത്തിയതല്ലേ. കൃത്യമായൊരു കാരണം നിന്റെ മുമ്പിലെത്തിയ നീ കുട്ടിമണി ഉപേക്ഷിക്കുമല്ലോ. ആദ്യം എനിക്ക് ബോധ്യമാവുന്ന ഒരു കാരണം എന്റെ മുമ്പിൽ എത്തട്ടെ, എന്നിട്ട് ബാക്കി. ശരി, കൃത്യമായൊരു കാരണം നിന്റെ മുമ്പിലെത്തിയിരിക്കും. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അതെ, ഈ വെണ്ട ചാച്ചും പാവച്ചാച്ചും മുരിങ്ങക്കാച്ചും ഒക്കെ പറയാന്നേ. അതെ, ഈ കോവച്ചാച്ചും ഒക്കെ നോവത്തില്ലേ? നോവത്തില്ല കുട്ടിമണി. ആ നോവു എനിക്കറിയാലോ. ഈ പിന്നെ കട്ടി കൊണ്ട് മുറിച്ചാ പിന്നെ നോവത്തില്ലേ? നമുക്ക് നോവല്ലോ. കുട്ടിമണിക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ എന്നതാ വേണ്ടേ? അതെ, അലിവിയൽ. എന്താ? ഓ, അലിവിയലേ. ഓ, അവിയല്. അത് പിന്നെ ചിക്കൻ ഉണ്ടോ? ഇന്ന് ചിക്കൻ ഇല്ല കുട്ടിമണി, നമുക്ക് നാളെ വാങ്ങിക്കാം കേട്ടോ. ഓ, ഒത്തിരി ചിക്കൻ ഉണ്ടാവുന്ന ഒരു മരം ഇവിടെ നട്ടുവെച്ചേക്കേണ്ടതായിരുന്നേ. ദിവസവും ഓരോന്നിനായിട്ട് പറിച്ചെടുത്താൽ മതിയായിരുന്നല്ലോ. നല്ല ബെസ്റ്റ് ഐഡിയ. ആഹാ, വക്കീലിന് കറിക്ക് നുറുക്കാനൊക്കെ അറിയാമോ? പിന്നെ വക്കീലിന് എന്നതാ അറിയാൻ വയ്യാത്തത്? എനിക്കറിയാവുന്നതൊക്കെ പഠിക്കാൻ വന്നതാണോ കലമോളുടെ അമ്മ? എനിക്കറിയാവുന്ന വിദ്യകളുടെ 10-1 നിനക്ക് അറിയത്തില്ല എന്റെ മോളെ. അത് ശരിയാ, പ്രായത്തിൽ വലിയ അന്തരമുണ്ടല്ലോ. നീ എന്നതാ പെണ്ണെ മോട്ടുമുയിലിന്റെ കൂട്ട് ക്യാരറ്റും കൊണ്ട് നിൽക്കുന്നേ? എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നേക്കോ കേട്ടോ. വഴക്കിന് വന്നാ നീ എന്നാ ചെയ്യും? എന്നാ ചെയ്യൂടി? ഞാൻ മമവിദ്യൊക്കെ പഠിച്ചതാണേ. എന്റെ അമ്മ, ആ പെണ്ണ് മർമ്മവിദ്യ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇട്ട് കുത്തിത്തരും. അമ്മ വന്ന കാര്യം പറഞ്ഞിട്ട് പോകും. വക്കീലേ, വക്കീലിനോട് ഒരു കാര്യം പറയാനാ വന്നത്. വക്കീലിന് വേണമെങ്കിൽ ഞാൻ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് കേസെടുക്കാം. വകുപ്പ് എത്രയായിട്ട് വരും? അത് 395. ഓ, വകുപ്പൊക്കെ കാണാപ്പാടവാ. കലമോളുടെ അമ്മ കാര്യം പറയാം. കാര്യം പറ. ഞങ്ങൾക്ക് അലിവിയൽ വെക്കാൻ പൊടി. നിന്റെ ഒരു അവിയല് നിന്നെ അരിഞ്ഞ് തോരൻ വെച്ച് കളയും. കുട്ടിമണി തോരൻ.
ആ എന്നാ ഞാന് നിന്നെ നുറുക്കും എന്നിട്ട് മടിയലത്തിയിൽ വെക്കും. എടീ. ആ, നല്ലവൻ എന്നോടാ കളി. എന്റെ കലമോളെ നാണല്ലേ ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ. ആ, നീ എന്റെ മോളെ ബിഹേവിയർ പഠിപ്പിക്കൊന്നും വേണ്ട. ഹ്, അപ്പനും അമ്മയും കൂടെ വളർത്തിയ മോളാ ഇവള്. അല്ലാതെ നിന്നെ പോലെ കൊച്ചുനാളിലെ തന്തേൻ തള്ളേൻ തലതട്ടി പോയിട്ട് മൊത്തച്ഛൻ വളർത്തിയ വിത്തല്ല. മതി. എന്താടി ചത്തുപോയ നിന്റെ തന്തയെപ്പറ്റിയും തള്ളയെപ്പറ്റിയും പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? ഹ്, നിന്നെ പോലെ സംസ്കാരമില്ലാത്ത നിർത്ത്. കറിക്കത്തി എന്റെ കയ്യില്. എന്റെ അച്ഛനെയും അമ്മയോ പറ്റി ഇനി എന്തേലും പറഞ്ഞോ? കലമോളെ അമ്മയോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാൻ പറയും, അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോ. നീയേ വെളിച്ചപ്പാട് തുള്ളു ഒന്നും വേണ്ട. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഈ വീടിന്റെ കാരണവര് കളി നിർത്താൻ നീ നിന്റെ കെട്ടിയവനോട് അങ്ങ് പറഞ്ഞേക്ക്. നിന്റെ ബലത്തിലവൻ എന്റെ മോളും അവളുടെ ഭർത്താവും അറിയാതെ ഈ വീടിന്റെ ആധാരം പണയം വെക്കാൻ പോയത്. ഹ്, ഈ വീട് പണയം വെക്കാനും വിൽക്കാനുമുള്ള അധികാരം ബാലനില്ല. കാരണം നാട്ടുനടപ്പ് പ്രകാരം ഇളയ മകനാ തറവാട് എന്നുവെച്ച രവിക്ക്. ചന്ദ്രേട്ടനും അവകാശമുണ്ട് ഈ മണ്ണിന്. പറയട്ടെ, നീ പറയുന്ന ഈ അവകാശം പറഞ്ഞ് ബാലൻ കളിക്കാൻ നിന്നാൽ തെക്കുവശത്ത് 6 അടി നീളത്തിൽ മണ്ണ് പതിച്ചു കൊടുക്കും അവന്. ഹ്, മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെ വകയായിട്ട്. കേട്ടല്ലോ? ഓർമ്മ വെച്ചോ. ആ വാടി. അമ്മ എന്തായാലും അത്രയും പറഞ്ഞത് നന്നായി. വക്കീല് നന്നായിട്ടൊന്ന് വരണ്ടിട്ടുണ്ട്. അങ്ങനെ വിരളത്തൊന്നുമില്ല. അവൾ ആരാ സാധനം? ഭയന്നതുപോലെ പുറമേ കാണിക്കും, അത്ര തന്നെ. ഓങ്ങി ഓങ്ങി നിന്നിട്ട് ഇനി കാര്യമില്ല. ഒറ്റ അടി അടിക്കണം, അതും പത്തി തീർത്ത്. അവളെ ഇവിടുന്ന് പുകച്ചു പുറത്ത് ചാടിച്ചാ പിന്നെ എല്ലാം ഓക്കെ ആവും. അവള് പുറത്തു പോകണമെങ്കിൽ സീത തിരിച്ചു വരണം. ഹും. പക്ഷെ സീത തിരിച്ചു വന്ന ചിലപ്പോ നമ്മൾ അകത്താവും. നാട്ടുകാർക്ക് വക്കീലിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാരെ കൊണ്ട് നമുക്കും വലിയ ഗുണമൊന്നുമില്ലല്ലോ. ചുമ്മാ കാശ് വിഴുങ്ങാൻ കുറെ എണ്ണം. ആ മെമ്പറൊക്കെ വേസ്റ്റാ. അത് ശരിയാ. വയലോരം വീടൊന്ന് ഒലയണമെങ്കിൽ കുട്ടിമണിക്ക് എന്തെങ്കിലും സംഭവിക്കണം. അപ്പോ അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. എന്റെ മോളല്ലേ നീ? നീ ഡോക്ടറെ കാണാൻ പോയോ? അത് വേറൊരു തലവേദന. ഡോക്ടർ എന്ന് പറഞ്ഞ് രവിയേട്ടൻ നിലത്ത് നിർത്തുന്നില്ല. നിനക്ക് പോയി കാണായിരുന്നില്ലേ? എന്തിന്? കണ്ടാൽ അതോടെ തീർന്നില്ലേ അവന്റെ പരാതി? തീരത്തില്ല. അവിടുന്ന് തുടങ്ങത്തേ ഉള്ളൂ പുതിയ പരാതി. അങ്ങേർക്ക് കുഞ്ഞുങ്ങൾ വേണോന്ന് ഇടയ്ക്കെന്നോട് സൂചിപ്പിച്ചു. ആ ഫസ്റ്റ് ആദ്യം അവന്റെ കുട്ടിക്കളി മാറട്ടെ. എന്റെ അമ്മ അച്ഛനോട് പറഞ്ഞ് അയാളെ വല്ല ദുബായിലേക്കോ മറ്റോ കടത്ത്. എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാലോ. നിനക്ക് എന്ത് സ്വസ്ഥത കിട്ടുമെന്നാ? ഒരു സ്വസ്ഥതയും കിട്ടില്ല. രവി ദുബായിക്ക് പോകും, നീ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കും. മനസ്സിജനും കുട്ടിമണിയും കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കും. ഈ കളി നീ പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാ. ഏറ്റവും അപകടം പിടിച്ച കളിയാണിതെന്ന്. മനസ്സിജനെ വിശ്വസിക്കരുതെന്ന്. നീ കേട്ടോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പ എന്തായി? നിന്നെക്കാളും വലുത് ആ പൊട്ടിയാണെന്ന് വന്നില്ലേ? അങ്ങനൊന്നുമില്ല എന്ന് നിനക്ക് സ്വയം സമാധാനിക്കാം. പക്ഷേ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് കാണാം. എനിക്ക് നൊന്ത. ഞാൻ ചതിക്കപ്പെട്ട. പിന്നെ ഇത്രയും നാള് കണ്ട മതികളെ ആവില്ല മനസ്സിജൻ കാണുന്നത്. അവന്റേതെന്ന് കരുതുന്ന ഒരു പുൽക്കൊടി തുമ്പ് പോലും ഈ ഭൂമുഖത്ത് കാണില്ല. നീ നിന്റെ ഭാവി കളഞ്ഞ ഒരു പ്രതികാരത്തിനും പോവരുത്. ചെറിയ പെൺകുട്ടിയാ നീ. ഒതുക്കേണ്ടവരെ ഒതുക്കണം, ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കണം. ഓപ്പറേഷൻ പക്ഷേ ചോര പൊടിയാതെ വേണം. ഡ്രൈവർ വാ.
വെറുതെ ഒരുപാട് പൈസ ചെലവായി. വെറുതെയാണോ? നമുക്ക് വേണ്ടിയല്ലേ? അതല്ലിന്തു. എന്നാലും ഇപ്പൊ ഓണത്തിന് ഡ്രസ്സ് എടുത്തതല്ലേ ഉള്ളൂ. ആ അതിന് പുറമെ ഇപ്പൊ ഈ പർച്ചേസിംഗ് കൂടെ വേണമായിരുന്നോ? വേണം. എന്റെ ചന്ദ്രേട്ടൻ നല്ല മിടുക്കനായിട്ട് വേണം നടക്കാൻ. എപ്പോഴും നല്ല ടിപ് ടോപ്പ് ആയിട്ട് വേണം നടക്കാൻ. പലചരക്കടയ്ക്കകത്ത് പോയിരുന്നേ ടിപ് ടോപ്പ് ആയിട്ട് തവിടും പൊടി അടിക്കാനാണോ? ചന്ദ്രേട്ടന്റെ ഈ ചിന്തയൊക്കെ ഒന്ന് മാറ്റിക്കേ. എന്താ പലചരക്ക് കട നടത്തുന്നവരൊക്കെ പഴഞ്ച മുണ്ട് ഷർട്ട് ഇട്ടുവേണം അവിടെ പോയിരിക്കാൻ? ഒരു മഹാൻ പറഞ്ഞത് എന്താണെന്ന് ചന്ദ്രേട്ടൻ അറിയാമോ? അല്ല, ഈ മഹാന്മാരെന്ന് എനിക്ക് അത്ര പരിചയമില്ലെന്തു. അയ്യടാ, പൊടിക്ക് തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാ കേട്ടോ, ഒരു മഹാൻ പറഞ്ഞു, വിജയ് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല, മറിച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവനാണെന്ന്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഒരു മഹാൻ ഇന്ദുവിനോട് എന്തോ പറഞ്ഞു. ഇന്ദു അത് എന്നോട് പറഞ്ഞു. ഈ മഹാനും മഹതിക്കും ഇടയ്ക്ക് വടി പിടിങ്ങോലെ ഇപ്പൊ ഞാനും. ഈ ഹ്യൂമർ സെൻസ് എപ്പോഴും വേണം മനുഷ്യന്. അല്ലാതെ വലിഞ്ഞു മുറുകിയ മനസ്സുമായിട്ട് നടക്കരുത്. ചന്ദ്രേട്ടാ, നമ്മൾ ടെൻഷൻ ആയാലും ഇല്ലെങ്കിലും നടക്കാനുള്ളത് നടക്കും. എങ്കിൽ പിന്നെ ടെൻഷൻ ആവാതെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കണ്ടൂടെ? അമ്മ പറയുമായിരുന്നു പണ്ടേ എനിക്കിത്തിരി മനക്കെട്ടി കുറവാണെന്ന്. മഴക്കാലത്തെ മിന്നൽ കാണുമ്പോൾ ഞാൻ ചെന്ന് അമ്മയുടെ മടിയിൽ കയറുമായിരുന്നെന്ന്. എന്തിനാ? അമ്മ സാരിത്തലപ്പ് കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി. അമ്മ പൊതിഞ്ഞു പിടിച്ചാ പിന്നെ എനിക്കൊന്നും സംഭവിക്കത്തില്ലല്ലോ. അമ്മ പൊതിഞ്ഞു പിടിക്കും പോലെ ചന്ദ്രേട്ടനെ ഞാനിപ്പോ പൊതിഞ്ഞു പിടിക്കുന്നില്ലേ? മഴ നനഞ്ഞൊരു കുരുവിക്കുഞ്ഞിനെ കൂട്ട ഇപ്പൊ ചന്ദ്രേട്ടന്റെ മനസ്സ്. അതിന് ഞാൻ എന്റെ 2 കൈയും കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് ചൂട് തരുന്നുണ്ട്. ഒരു ഇമോഷണൽ ബ്ലാങ്കറ്റ്. ഇന്ദു എനിക്ക് വേണ്ടി എന്തിനാ ജീവിതം കളയുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ചന്ദ്രേട്ടന് വേണ്ടി ജീവിതം കളയുന്നു ആര് പറഞ്ഞു? ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുക. ഈ ജീവിതത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തുകയാ. എന്നാലും ഇന്ദു, ചന്ദ്രേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് ലോകം കുടുംബജീവിതത്തിന് വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമാണ് ചന്ദ്രേട്ട. ഇന്ന് കല്യാണം, അടുത്ത വർഷം ഒരു കുട്ടി, 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി. ഇതിനിടയിൽ കുറെ പരിഭവങ്ങൾ, വഴക്കുകൾ, കുറെ ബാങ്ക് ലോണുകൾ, പരസ്പരം പഴിചാരലുകൾ. ചിലര് അവസാനം വരെ അങ്ങനെ അങ്ങ് പോവും. മറ്റു ചിലര് ഇടയ്ക്ക് വെച്ച് കോടതി മുറിയിൽ വെച്ച് ഒരു ഒപ്പിട്ടങ്ങ് പിരിയും. വേറെ ചിലര് ആശ്വാസത്തിന് വേറൊരു ചില്ല കണ്ടെത്തും. ഇതൊന്നും അല്ലാതെയും ജീവിക്കാം ചന്ദ്രേട്ട. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല കൂട്ടുകാരാവുന്നിടത്ത് നിന്ന് ഒരു നല്ല കുടുംബജീവിതത്തിന്റെ അടിത്തറ ഉണ്ടാവുന്നത്. എനിക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്തു. ഇതൊന്നും വലിയ കാര്യങ്ങളല്ല ചന്ദ്രേട്ട, ചെറിയ കാര്യങ്ങളാ. ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ. ആ, നമുക്കിവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോവാം. ആ, അത് തന്നെയാ നല്ലത്. ചന്ദ്രേട്ടന്റെ ചക്കട വണ്ടി എടുത്ത് ഇറങ്ങിയിരുന്നെങ്കിലേ എപ്പ വഴിയിലായെന്ന് ചോദിച്ചാ മതി. എന്റെ സ്കൂട്ടറിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, കുറ്റം പറഞ്ഞതല്ല, ഒരു സത്യം പറഞ്ഞതല്ലേ. എന്റെ ഭർത്താവിന്റെ കൈയും പിടിച്ച് ഇങ്ങനെ 10 പേര് കാണിക്കാൻ നടക്കുന്നത് ഒരു സുഖല്ലേ? പോവാം. നമുക്ക് കുത്തി പിടിച്ചാലോ? എന്നത്? കുത്തി കുത്തി ഡിഷൻ ഡിഷോ. ഗുസ്തിയോ? ആ, എന്റെ പൊന്നു കുട്ടിമണി, ഞാനില്ലേ? ഓ, എന്നാലേ നമുക്ക് ആന കളിച്ചാലോ? ആന വേണ്ടാന്നേ. എന്നാ പിന്നെ നമുക്ക് കുർത്ത കളിച്ചാലോ? കുർത്തയോ? ആ, കുർത്തയല്ല, കുരിത കുരിത കുരിത. ആ, കുതിര. ആ, അങ്ങനെ അറിയാം. കുരിത കളിക്കാം. എന്റെ പൊന്നു കുട്ടിമണി, ഇപ്പൊ വേണ്ട. നമുക്കേ വേറൊരു കളി കളിക്കാം. ആ, എന്നതാ? സത്യാഗ്രഹം. സത്യാഗ്രഹം? സത്യാഗ്രഹമല്ല, സത്യാഗ്രഹം. നമ്മളെ ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഇങ്ങനെ അങ്ങരിക്കണം. ഈ കളി എനിക്കറിയാം. ഏറ്റവും കൂടുതൽ നേരം മിണ്ടാതിരിക്കുന്ന ആള് ദൈവത്തിന്റെ കുഞ്ഞ്, അതല്ലേ? ആ, ദൈവത്തിന്റെ കുഞ്ഞ്. എന്നാലും അത് വേണ്ട. നമുക്ക് ഈർക്കിലി കളിച്ചാലോ? ഈർക്കിലി നീർക്കോലി നങ്ങയിലും ഒന്നുമില്ല. ഇന്നാളെ ഒരു ഈർക്കിലി കളി കളിച്ചതാ. എന്നിട്ട് നീ അതിർത്ത് എന്നെ കുത്തിയില്ലേ? അയ്യോ, ആര് പിന്നെ ഞാൻ മനുഷ്യനെ നോവോ നോക്കിയല്ലേ. ഫസ്റ്റ്. എന്നാ പിന്നെ നീ ഒരു പിച്ചാത്തി എടുത്ത് കുത്തിയിട്ട് ഞാൻ ചാവുമെന്ന് നോക്കിക്കോ. അത് ഞാൻ മനുഷ്യൻ ഉറങ്ങി കിടക്കുമ്പോ കുത്തി നോക്കാവേ. ഇല്ലെങ്കിലേ മനുഷ്യൻ മേടിച്ച് കരയത്തില്ലേ? യോ, എന്റെ ദൈവമേ, എന്റെ പൊന്നുകുട്ടിമണി, ഈ പറയുന്ന പോലെ ഒന്നും ചെയ്തേക്കരുതേ. മനസ്സിന് ചത്തുപോയ പിന്നെ കുട്ടിമണിക്ക് മനസ്സിനുണ്ടോ? ചത്താലും മനുഷ്യന് പിന്നെ വരാലോ. എന്റെ അച്ഛാ ചത്തിട്ട് പിന്നെ വന്നില്ലേ? ഫസ്റ്റ്. അതെ, എന്നെ ആത്മാവാക്കാനാണല്ലേ നിന്റെ പരിപാടി. എന്നാ
നമുക്ക് മമ്ര വിദ്യ പഠിച്ചാലോ? എന്റെ പൊന്നു കുട്ടിമണി അടങ്ങിയിരിക്കുക. പറ്റത്തില്ല. എന്നെ പിന്നെ നമുക്ക് ആദ്യം പോയി പാടാം. സമ്മതിക്കുകയല്ല. ഇല്ല പിന്നെ പോവാം. മനുഷ്യ നമുക്ക് പാടാം. ഇപ്പോഴോ? ഇപ്പോഴ് ചാറ്റിൽ പോയി ഇപ്പൊ പാടണം. പാടില്ല ഞാൻ തത്തു അന്നേ. എന്നാ ശരി. ഇതെന്നതാ കോച്ച് വാതോ? കസർത്ത ദേ ഉളിക്കുന്ന പറഞ്ഞ അങ്ങോട്ട് വന്നേക്കരുത്. എന്നാലും ഈ മഴ ഇങ്ങനെ തോന്നുമ്പോ പെയ്താ. ഇപ്പൊ വെയില്, മുമ്പേ മഴ. മഴ തോർന്നിട്ട് നിനക്കെന്നാ വള്ളവും മലയും കൊണ്ട് കടലിൽ പോകണം? കടലിലല്ല, കായലില്. നിങ്ങൾക്ക് എന്നാ വേണം? അയ്യോ എനിക്കൊന്നും വേണ്ടായേ. അലക്കിയിട്ട തുണി ഉണങ്ങി കിട്ടണം. അതാ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഓ, അലക്കി ഉണക്കി കെട്ടി പോവുകയാണോ? അയ്യടാ, ഞാൻ പോയിട്ടെന്നാ? നിങ്ങൾ വരെ കെട്ടാൻ പോവാ? ചിലപ്പോ കെട്ടിന്നൊക്കെ വരും. എനിക്കും വേണ്ടായോ ഒരു ജീവിതം? അയ്യോടാ, കുഴിയിലോട്ട് കാലം ഞെട്ടിരിക്കുമ്പോഴാ ഇനി ജീവിതം. കാല് പണ്ടേ കുഴിയിൽ വീണതാ. നിങ്ങൾ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. എവിടെ പോവാന്ന്? കേട്ടിട്ടില്ലേ? ആറ്റിലെന്നാ വള്ളംകളി നടക്കുന്നു? വള്ളംകളിയല്ല, അപ്പച്ചമ്മയുടെ നിത്ര. നീ എന്തിനാ സുന്ദരി കുട്ടിമണിയോട് വഴക്കിടുന്നത്? അവൾ ആറ്റി പോട്ടെ. അവള് മനസ്സിന്റെ കൂടെ അല്ലേ പോകുന്നത്? ഓ, വക്കാലത്തിന് പിന്നെ ആളുണ്ടല്ലോ. എന്നാത്തിനാ ഇപ്പൊ ആറ്റി പോണത്? അല്ല, കുട്ടിമണിയെ കൊണ്ടൊന്ന് പുറത്തു വന്നു കരുതി. എന്നിട്ട് ഞങ്ങളെ മൂണ്ടയിടാൻ പോവാ. അല്ല, ഇവിടെ നിന്ന് മൂട്ടായിട്ടാ എങ്ങോട്ട്? കിണറ്റിലോട്ടോ? ഞങ്ങൾ ആറ്റി പോയി വലിയ മീനെ പിടിച്ചല്ല. വലിയ 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 ആന മീൻ, വലിയ 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 കോതമംഗലം മീൻ. കോതമംഗലം അല്ല കുട്ടിമണി, തിമിംഗലം. തിമിംഗലം കോതമംഗലം മീൻ വേറെ മീനാ. ഇപ്പൊ ചെന്നേച്ചാ മതി, കിട്ടും. എന്റെ സുഭദ്രേ, അവൾക്ക് കിട്ടേ കിട്ടാതിരിക്കേ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. നീ നിന്റെ കാര്യം നോക്കിയാ പോലെ. ഓ, ഞാനൊന്നും പറയുന്നില്ല. പെണ്ണ് വെള്ളത്തിൽ ചാടി വേണ്ടാതിനെ ഉണ്ടാക്കി വെക്കാതിരുന്നാ മതി. ഞാൻ നോക്കിക്കോളാം അപ്പച്ചമ്മേ. നിന്നെ ആര് നോക്കുന്നതാ എന്റെ പേടി. മക്കൾ പോയിട്ട് വാ. സൂക്ഷിച്ചോണേ, സൂക്ഷിച്ചോണേ. വണ്ടി പോട്ടെ. അങ്ങനെ തന്നെ, ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ. ചുമ്മാ കോച്ച് പിടിക്കണ്ട മനുഷ്യ. പ്രായം 16 ആണെന്നാ വിചാരം. എടാ, എടാ, അമ്മേ. അമ്മയോ? ആരുടെ അമ്മ? അമ്മേ, ഇത് ഞാനാ ബാലൻ. എന്താ ഇതൊക്കെ? നീ ആരാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയടാ. ഞാൻ വൈകിപ്പോയി. അമ്മേ, എന്താ അമ്മ ഇത്? ചന്ദ്രേട്ടൻ എന്ത് ചെയ്തു? മിണ്ടരുത് നീ. നിന്റെ ഒരു ചന്ദ്രേട്ടൻ. നീ നിന്റെ ഇഷ്ടക്കാരിയായ ഇവളെ സ്വന്തമാക്കാൻ എന്റെ പെങ്കൊച്ചിനെ എന്ത് ചെയ്തടാ? കൊന്നു കുഴിച്ചിട്ടോ അതോ കത്തിച്ചോ? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണോടാ? ലോകത്തേത് ഭർത്താവാടാ ഭാര്യയെ കാണാതായ ഉടനെ പോയി വേറെ വിവാഹം കഴിക്കുന്നത്? എന്റെ കൊച്ചിന് ഒരു ഉരുള പിണ്ടച്ചോറ് വെച്ചിട്ട് പോരായിരുന്നോടാ? അതോ അതും നീ രഹസ്യമായിട്ട് ചെയ്തോടാ? മിണ്ടരുത് നീ. ആ നാവ് കൊണ്ട് നീ ഇനി മേലാൽ എന്നെ അമ്മയെന്ന് വിളിക്കരുത്, കേട്ടോടാ ചതിയ. എന്റെ കുഞ്ഞിനെ, എന്റെ സീതമോളെ കാണാതായ അന്ന് തൊട്ട് നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉള്ളു ചുട്ടുനീറി ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. പക്ഷെ ഇവനോ, എന്റെ മകളുടെ ഭർത്താവായ ഇവൻ വേറെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കുന്നു. എന്റെ കൊച്ചിനെ തിരക്കാൻ ഇപ്പൊ ആരുമില്ല. അമ്മേ, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചതെന്ന് അമ്മയ്ക്കറിയാവുന്നതല്ലേ? അറിയാവടാ, നിനക്ക് ജീവിക്കാൻ. നിനക്ക് ജീവിക്കാൻ വേണ്ടി നീ വേറെ കല്യാണം കഴിച്ചു. അതിന് നീ മഹത്തായ ഒരു ന്യായവും പറഞ്ഞു. എന്റെ കൊച്ചു തിരിച്ചു വരാൻ വേണ്ടിയാ നീ വേറെ വിവാഹം കഴിക്കുന്നതെന്ന്. അന്ന് നിന്റെ നാട്ടുകാരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു അത് നിന്റെ അടവാണെന്ന്. പക്ഷെ ഞാൻ മണ്ടിയ. ഞാൻ മനസ്സുകൊണ്ടെങ്കിലും നിന്റെ കൂടെ നിന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായടാ, ലോകത്തെ ഏറ്റവും വലിയ ചതിയൻ നീയാണെന്ന്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയാതെ, ഒരു തെറ്റും ചെയ്യാതെയാ ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീ മാത്രം പറഞ്ഞാ പോരല്ലോ. എന്റെ കുഞ്ഞിനെ നീ കൊന്നതാ, എനിക്കത് ഉറപ്പാ. അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. ഒക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാ. ചന്ദ്രേട്ടൻ
ഒരു ചന്ദ്രേട്ടൻ, നീയും ഈ ചതിക്ക് കൂട്ടു നിന്നവളാ. എന്റെ പെങ്കൊച്ചിന്റെ ജീവിതം തട്ടിയെടുക്കാൻ എന്റെ കാലത്തൊട്ട് നീ അനുഗ്രഹം വാങ്ങിച്ചവളല്ലേ? നിന്നെ വെറുതെ വിടത്തില്ലടി. ഈ നാട്ടിൽ പോലീസും കോടതി നിയമവും ഒക്കെ ഉണ്ടല്ലോ. നീ വലിയ വക്കീലുമല്ലേ? നീയൊക്കെ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. വരജേ, നീ ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ ഇവനോട് സംസാരിക്കുന്നത്? മാമ, ആരാതെന്റെ മാമൻ? ചാതിയ, നീ ഞങ്ങളുടെ കൊച്ചിനെ ചുട്ടു വന്നിട്ട് ഞങ്ങളുടെ മുമ്പ് നാടകം കളിച്ചോന്നല്ലേ? പാവങ്ങളായ ഞങ്ങളെ വേഷം കെട്ടിച്ചുകൊണ്ട് നിർത്തിയില്ലടാ നീ സാക്ഷിയായിട്ട്. മാമ, അങ്ങനെയൊന്നും പറയല്ലേ. നീ ഒന്നും പറയണ്ടടാ. പെങ്ങൾ വന്നേ, വരാനാ പറഞ്ഞത്. വന്നേ. എടാ ബാല, എന്റെ ഈ കണ്ണീന്ന് വരുന്നത് കണ്ണുനീരല്ല, ചങ്കുപൊട്ടിയ ചോരയാ. ഇത് വാരിയെറിഞ്ഞ് ഞാൻ പറയുവാ, നീ ഗുണം പിടിക്കത്തില്ലടാ. നീ സുഖമായി ജീവിക്കത്തില്ല. നീ മുടിഞ്ഞു പോകത്തേ ഉള്ളടാ. പെങ്ങൾ വന്നേ, വരാനാ പറഞ്ഞത്.